പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 റിസൾട്ട് മെയ് 9 പബ്ലിഷ് ചെയ്തുവല്ലോ. ചില വിദ്യാർത്ഥികൾക്ക് വിചാരിച്ച മാർക്ക് ലഭിക്കാതെ പോയിരിക്കാം. ചില വിദ്യാർത്ഥികൾ ചില വിഷയങ്ങളിൽ പാസ്സാവാതെ പോയിരിക്കാം. അപ്പോൾ അതിനുള്ളൊരു വഴിയാണല്ലോ സേവ് യുവർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷനും റീവാലുവേഷനുമൊക്കെ. അതിലുണ്ടാകുന്ന ചില സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ നികത്തുന്നത്. സേവ് യുവർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ. സേവ് എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ, അതായത് ഒരു വർഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുള്ളത്, അതായത് D+ന് താഴെ വരുന്ന വിദ്യാർത്ഥികൾ സേവ് എക്സാമിനേഷൻ എല്ലാ സബ്ജക്റ്റും D+ താഴെയാണെങ്കിൽ അവ എഴുതിയിരിക്കുകയാണ് തന്നെ. D+ന് മുകളിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ഒരൊറ്റ സബ്ജക്റ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് +1-ലാണെങ്കിൽ 3 സബ്ജക്റ്റിന് സാധിക്കുമായിരുന്നു. ബയോളജിയാണ് ചെയ്യുന്നതെങ്കിൽ സുവോളജിക്കും ബോട്ടണിക്കും പരീക്ഷ എഴുതേണ്ടതാണ്. മാർച്ചിലെ 2ാം വർഷ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾ ജൂൺ നടന്ന പരീക്ഷയ്ക്ക് എഴുതാൻ യോഗ്യരല്ല, അതായത് രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾ. പിന്നെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ മാർക്ക് അല്പം കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ കിട്ടിയ മാർക്ക് ഇല്ലാതാവുന്നില്ല. ഏറ്റവും കൂടുതൽ മാർക്കുകൾ തന്നെയാണ് പരിഗണിക്കുക. സേവ് യുവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15/5/2024 ഫൈനോട് കൂടി, അതായത് 600 രൂപയോട് കൂടി 17/5/2024. പിന്നെ സേവ് യുവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫോമിന് 40 രൂപയും, സേവ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാത്ത വിഷയത്തിന് 150, പ്രാക്ടിക്കൽ ഉള്ളതിന് 175, ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ 500 രൂപയുമാണ് ഫൈൻ വരുന്നത്, അതായത് ഫീസ് വരുന്നത്. ടൈം ടേബിളും ഈ PDF-ൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്കായി കൊടുത്തിരിക്കാം. ഗൂഗിൾ ഡ്രൈവ്. ലഭിച്ചില്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്, അതുവഴി ചോദിക്കാവുന്നതാണ്. പിന്നെ സേവ് യുവർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ എക്സാം വരുന്നത് ജൂൺ 12 മുതൽ 20 വരെയാണ്. അതിൻ്റെ റിസൾട്ട് ജൂൺ അവസാനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. റിസൾട്ട് വരും മുമ്പ് തന്നെ ഡിഗ്രി അഡ്മിഷനും മറ്റു അഡ്മിഷനുമായി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അതാത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. പിന്നെ കാലിക്കറ്റ്, MG, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകാവുന്നതാണ്. ഇനി നമ്മുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. റീവാലുവേഷൻ എന്ന വാക്കിൽ 3 കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് പുനർമൂല്യനിർണ്ണയം, പിന്നെ ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന. ഇവ 3നും അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് 14/5/2024 പുനർമൂല്യനിർണ്ണയം പറഞ്ഞാൽ ഒരു ടീച്ചർ നോക്കിയ പേപ്പർ വേറൊരു ടീച്ചർ ഒന്നും കൂടി വാല്യൂ ചെയ്യുന്നതിന് പറയുന്നത്. പിന്നെ സൂക്ഷ്മ പരിശോധന, എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. ഫോട്ടോ കോപ്പി, വാല്യൂ ചെയ്ത പേപ്പർ ഫോട്ടോ കോപ്പിയായി എടുക്കുന്നത്. ഡബിൾ വാല്യുവേഷൻ ചെയ്ത പേപ്പർ, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, കണക്ക് എന്നിവയ്ക്ക് പുനർമൂല്യനിർണ്ണയവും സൂക്ഷ്മ പരിശോധനയും ഉണ്ടായിരിക്കില്ല. ഫോട്ടോ കോപ്പിക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഈ പുനർമൂല്യനിർണ്ണയത്തിന് 500 രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസായി വരുന്നത്. സേവ് യുവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫോമും അവയുടെ ഡീറ്റെയിൽസും റീവാലുവേഷൻ്റെ ഡീറ്റെയിൽസും അടങ്ങുന്ന PDF ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പറും നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം നേരിടുകയാണെങ്കിൽ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്.